ഒഴിയാത്ത വിവാദങ്ങളാണോ നിലമ്പൂരിൽ എന്നാണ് ചോദ്യം. സുജയ, വിവാദങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെയാണ്. അതെ 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 അതായത് ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വിവാദങ്ങളെല്ലാം. മഴയുടെ അടുത്ത ദിവസങ്ങളിലെ ശക്തി കൂടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. നിലമ്പൂരിലും ആ രീതിയിലായിരിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട രീതിയിലേക്കാണ് വിവാദങ്ങളുടെ ഒരു പോക്ക്. പ്രത്യേകിച്ചും ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് ഏത് ക്യാമ്പയിൻ ആയാലും അത് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആകുന്ന ഒരു ടൈം പീരീഡാണ്. ഇവിടെ നിലമ്പൂരിൽ അതിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ലാപ്പാണ്. അപ്പോൾ കൊട്ടിക്കലാശത്തിന് മുൻപുള്ള ആ ഒരു സെക്കൻഡ് ലാസ്റ്റ് ലാപ്പിലെ ആവേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വിഷയങ്ങളെല്ലാം വന്ന് അവസാനം ഈ ചേരി തിരിഞ്ഞുള്ള പോരാട്ടത്തിലേക്ക് എത്തുകയാണ്. UDF വേഴ്സസ് LDF എന്ന രീതിയിലേക്കാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ അൻവറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ദോഷമാകും ഗുണമാകും എന്നതാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇത് നേർക്ക് നേർ അങ്ങോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഓരോ ചേരിക്കും ലഭിക്കുന്ന വർഗീയ വോട്ടുകൾ അതെങ്ങനെയാണ് എന്നതിലേക്ക് നേരിട്ട് മാറുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ ഈ വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്നത് സംസാരിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP യുടെയും ബന്ധം ഇന്നത്തെ ഉയർന്ന വാദങ്ങളിൽ PDP യുമായിട്ടുള്ള LDFന്റെ ബന്ധം അത്രയ്ക്കങ്ങോട്ട് ചർച്ചയാകുന്നില്ല. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ LDF UDFനെ ആക്രമിക്കുന്നതിനൊപ്പം നമ്മൾ UDFനുള്ളിൽ നിന്ന് തന്നെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ കാണുന്നു എന്നതാണ് ഈ സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ഈ വിവാദത്തിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിൽ MV ഗോവിന്ദൻ തള്ളി പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി. കഴിഞ്ഞ ദിവസം ഉയർന്ന പ്രധാനപ്പെട്ട വാദം LDFും സഹകരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ സഹകരിക്കുമ്പോൾ മാത്രമാണോ ഈ തൊട്ടുകൂടായ്മ വരുന്നത് എന്നതായിരുന്നു. അതിനിന്ന് MV ഗോവിന്ദൻ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. LDFന് അങ്ങനെ ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടായിട്ടില്ല എന്ന്. സഹകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ട് തേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വോട്ട് കൊണ്ട് ജയം ഉറപ്പാക്കിയിട്ടുണ്ട്, പഞ്ചായത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരു മുന്നണി എന്ന രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നില്ല എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ അൻവറിന്റെ കാര്യത്തിൽ ഇത് ആദ്യമായി MV ഗോവിന്ദൻ ആശങ്കപ്പെടുന്നത് കൂടി നമ്മൾ ഇന്ന് കണ്ടു. ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടുന്നവർ അൻവറിനെ ഒപ്പം കൂട്ടാത്തവരാണ് എന്ന ഒരു കാര്യം അത് UDFന് നേർക്കുള്ള ഒരു ഡയറക്റ്റ് ബ്ലോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം PV അൻവറിനെ ഒരിക്കലും ഈ രീതിയിൽ പരാമർശിച്ച് MV ഗോവിന്ദൻ സംസാരിച്ചിട്ടില്ല. അതൊരു ട്രിഗറിംഗ് ആയിട്ടാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരാഴ്ചയിലേക്കുള്ള ഒരു ഇന്ധനത്തിന്റെ ഒരു ആദ്യ ട്രിഗറാണ് അവിടെ നടന്നിരിക്കുന്നത്. കാരണം PV അൻവർ ഇതിൽ നടത്തുന്ന പ്രതികരണങ്ങളും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ പോക്കറ്റുകളൊക്കെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് അവിടെയുള്ളത് ഒരു അത്ര വലിയ വോട്ടുകളൊന്നും അല്ല എങ്കിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയപരാജയങ്ങൾ നിലമ്പൂരിൽ സംഭവിക്കുന്നതെങ്കിൽ ആ ചെറിയ വോട്ടുകളും നിർണായകമാകും. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആര് വോട്ട് തന്നാലും മതി. ഇപ്പോൾ ബിൻ ലാദൻ അവിടെ വോട്ടുണ്ടെങ്കിലും ആ വോട്ടും VD സതീശൻ വാങ്ങുമെന്നൊക്കെയുള്ള ട്രോളുകളൊക്കെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഞാൻ എന്തായാലും അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പാകുമ്പോൾ വിജയിക്കുന്നതിന് ആരുടെയും വോട്ട് വാങ്ങാം എന്നുള്ള ഒരു പൊതുധാരണയിലേക്ക് UDF സംവിധാനം എത്തുന്നു എന്നതാണ് പ്രതികരണങ്ങളിൽ നിന്ന്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലിന്റെ ആയാലും VD സതീശന്റെ ആയാലും മറ്റ് നേതാക്കളുടെ ആയാലും പ്രതികരണങ്ങളെല്ലാം നിൽക്കുന്നത് അതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കുക, ആരുടെ വോട്ട് വാങ്ങിയും വിജയിപ്പിക്കുക, അതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ PDP ആണോ വെൽഫെയർ പാർട്ടിയാണോ വർഗീയ പാർട്ടി എന്ന വിലയിരുത്തലാണ് നടക്കാൻ പോവുക എന്നതാണ് ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതോടൊപ്പം തന്നെ M സ്വരാജ് അതിന് മറുപടി കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ അതെന്ന് പറയുന്നത് അത് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ, മൗദൂദിയൻ ആശയങ്ങളെ, അതിനെ അംഗീകരിക്കുക കൂടിയാണ് അവരുടെ വോട്ട് നേടുന്നത്. അല്ലെങ്കിൽ ആ വോട്ട് കൂടി ചേർന്നുള്ള ആ വിജയത്തിലൂടെ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നതാണ്. മൗദൂദിയൻ ആശയങ്ങൾ പിൻപറ്റുന്ന ആളുകൾ നൽകിയ പിന്തുണ സ്വീകരിക്കുന്നതിലൂടെ ആ ആശയത്തെയും ഉൾക്കൊള്ളുകയാണ് UDF. അപ്പോൾ ആരുടെയെങ്കിലും വോട്ട് വാങ്ങുന്നത് പോലെയല്ല, വോട്ടവകാശമുള്ള ഏതെങ്കിലും ഒരു പൗരന്റെ വോട്ട് വാങ്ങുന്നത് പോലെയല്ല, ജനാധിപത്യ സംവിധാനത്തെ അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ തള്ളിപ്പറയുന്ന മതരാഷ്ട്രം എന്ന് പറയുന്ന ആശയം മാത്രം പേറുന്ന ഒരു സംഘടനയുടെ ആളുകളുടെ വോട്ട് വാങ്ങുന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അവിടെയാണ് നമുക്ക് PDP അതേ രീതിയിൽ ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു. കാരണം PDP ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജയമോ പരാജയമോ എന്നുള്ളതല്ല, അവർ പിന്തുണ പ്രഖ്യാപിക്കുകയും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് ചെയ്യുന്നതിലൊന്നും ഒരിക്കലും ഇതുപോലെയുള്ള ഒരു മൗദൂദിയൻ ആശയം അവർ പിൻപറ്റിയിട്ടില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനോട് ഇന്ന് പ്രതികരണങ്ങൾ ഇങ്ങനെ റിപ്പോർട്ടേഴ്സ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. LDFനൊപ്പം നിൽക്കുമ്പോഴാണ് മതേതരവാദികൾ, LDFനൊപ്പം നിൽക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി മതേതരവാദിയാണ് അല്ലെങ്കിൽ മതേതരത്വമാണ് അവരുടെ മുഖമുദ്ര എന്ന് LDFോ അല്ലെങ്കിൽ കേരളത്തിൽ ബോധമുള്ള ഏതെങ്കിലും പൗരനോ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മലയാളിയും പറയില്ല. കാരണം എന്താണ് മറ്റ് സ്ഥലങ്ങളിൽ അവരുടെ നിലപാട് എന്നുള്ളത് മലയാളികൾ ഒരുപാട് വായിക്കുന്നവരാണ്, ലോകം കാണുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് മൗദൂദിയൻ ആശയങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് അത് നിലമ്പൂരിൽ വലിയ ചർച്ചയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
ഇവിടെ എ പിയുടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എ പി വിഭാഗം സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SSF. അവരുടെ മുഖവാരിക റിസാലയിൽ എഡിറ്ററുടെ കുറിപ്പിലെ തലക്കെട്ട്, അതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിലമ്പൂരിൽ ആരാണ് ഒരു പണത്തൂക്കം മുന്നിൽ? അപ്പോൾ ആ ഒരു പണത്തൂക്കം മുന്നിൽ എത്തുന്നതിന് വേണ്ടി എടുക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് എത്രത്തോളം ഹീനമാണ് എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഒരു പണത്തൂക്കം, അതായത് വലിയൊരു ഭൂരിപക്ഷത്തിലേക്കൊന്നും ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മൗദൂദിയൻ ആശയങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരുപാട് മുന്നിലേക്കൊന്നും UDF എത്താൻ കഴിയില്ല. ആ നാമമാത്രമായ വോട്ടുകൾക്ക് വേണ്ടി തങ്ങളുടെ ക്രെഡിബിലിറ്റി കൊണ്ട് കളയുന്നത് എന്തിനാണ് എന്ന ഒരു ചോദ്യം UDF നിലമ്പൂരിലെ ജനത ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കൃത്യമായ ആളുകൾ ഇതിനൊക്കെ മാർക്കിടുകയാണ് എന്നുണ്ടെങ്കിൽ, സണ്ണി ജോസഫ് MLA പറഞ്ഞതുപോലെ നിലമ്പൂരിലെ വിധിയെഴുത്തെന്ന് പറയുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആയിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ എപ്പോഴും സംഘപരിവാറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ഞങ്ങൾ സംഘപരിവാറിനെതിരെയാണ്, ഞങ്ങൾ ഫാസിസത്തിനെതിരെയാണ് എന്നൊക്കെ കോൺഗ്രസിന് ആർജവത്തോടെ പറയാൻ കഴിയുക? കാരണം അവരുടെ കൂടെ നിൽക്കുന്നത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. മതരാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ അടുത്ത് ചേർത്ത് നിർത്തി തോളിൽ കൈയിട്ടുകൊണ്ട് ഇപ്പുറത്ത് ഞങ്ങൾ സംഘപരിവാറിനെതിരായ വോട്ട് ഞങ്ങൾക്ക് തരണമെന്ന് കോൺഗ്രസിന് എങ്ങനെ പറയാൻ കഴിയും? ആ ഒരു പോയിന്റ് അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, രാഹുൽ ഗാന്ധി മുസ്ലിം ബ്രദർഹുഡിനെതിരെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അതെടുത്തു നോക്കണം. മുസ്ലിം ബ്രദർഹുഡിനെ വിമർശിച്ചിട്ടുള്ള ദേശീയ നേതാവായ, അവരുടെ പാർട്ടിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞ ആശയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവരുടെ, അതായത് മുസ്ലിം ബ്രദർഹുഡിന്റെ നമ്മൾ ഈ ഒരു ആ ശ്രേണി പരിശോധിക്കുകയാണെങ്കിൽ, പണ്ടത്തെ ഒരു നാട്ടുരാജ്യങ്ങളുടെയൊക്കെ ഭാഷയിലാണെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു സാമന്ത രാജ്യം പോലെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സാമന്ത രാജ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ആ വലുതിനെതിരാണ്, മുസ്ലിം ബ്രദർഹുഡിനെതിരാണ്, പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കുറെ മാറിയിട്ടുണ്ട്, അവർ നല്ലതായിട്ടുണ്ട്, അവർ ഇപ്പോൾ പുതിയൊരു മനുഷ്യരാണ് അല്ലെങ്കിൽ പുതിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോഴും അവർ ഈ മൗദൂദിയൻ ആശയങ്ങളെ തള്ളി പറയാത്തിടത്തോളം കാലം മുസ്ലിം ബ്രദർഹുഡും ജമാഅത്തെ ഇസ്ലാമിയും ഒന്ന് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പേര് മാറ്റിയത് കൊണ്ട് മനുഷ്യർ നല്ലതാകുന്നൊന്നുമില്ല, പ്രവൃത്തിയാണ് മാറ്റേണ്ടത്. ഇവിടെയാണ് നേരത്തെ നടന്ന കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ നിലമ്പൂരിൽ പ്രചരിക്കുന്നുണ്ട്. ഞാൻ എടുത്തു നോക്കുകയായിരുന്നു. ക്യാമ്പയിൻ മെറ്റീരിയൽസ് ആയിട്ടൊക്കെ അത് ഇടത് കേന്ദ്രങ്ങളൊക്കെ വളരെ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ മൗലാന മൗദൂദിയുടെ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എത്രത്തോളം ഹീനമാണ് എന്ന് പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന്റെ വീഡിയോ പ്രചരിക്കുന്നു. PK ഫിറോസ് പറഞ്ഞ വാചകം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം തീവ്രവാദമാണ്, വർഗീയമാണ്, മതേതര പാർട്ടിയായി ലീഗിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ആണല്ലോ ഇപ്പോഴും PK ഫിറോസ്. അപ്പോൾ ഇന്നത്തെ നിലപാട് എന്താണ്? ആ ക്യാമ്പയിനിൽ വളരെ സജീവമായിട്ടുള്ള PK ഫിറോസിന് ഇപ്പോഴും അതേ നിലപാടാണോ എന്ന ചോദ്യത്തോടെ അതവിടെ പ്രചരിക്കുന്നുണ്ട്. KM ഷാജി കുറച്ചുകൂടി കടുപ്പിച്ചാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മരിച്ചുപോയാൽ സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് പറഞ്ഞയാളാണ് മൗദൂദി. അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ തീ പോലെ അപകടമാണ്. അപ്പോൾ തീ പോലെ അപകടമുള്ള ആ ആശയങ്ങളെ ചേർത്ത് നിർത്തി ആ തീയുടെ വോട്ടും വേണമെന്ന് പറഞ്ഞ് സ്വയം ആളിക്കത്തി എരിഞ്ഞില്ലാതാകാനായിട്ടാണോ UDF ഈ അടുക്കുന്നത്? UDFന്റെ മതേതരത്വവും ജനാധിപത്യ ബോധവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി അതെല്ലാം അങ്ങ് ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സമസ്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സമസ്തയിലെ ചേരിതിരിവുകൾ അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കം കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഇന്ന് വലിയ രീതിയിൽ എൻഡോഴ്സ് ചെയ്ത് പറഞ്ഞത് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം വരുന്ന മൂന്നാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അപ്പോൾ അവിടെ ഈ റസാഖ് പാലേരി LDFനെ ഒരു കൊട്ടുകൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു വാചകം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ധാരണയുണ്ടാക്കിയത് CPIM-ഉമായിട്ടാണ്, LDF-ഉമായിട്ടാണ് എന്നാണ്. അതോടൊപ്പം തന്നെ LDF പിന്തുണയുടെ പല പഞ്ചായത്തുകളിലും വാർഡ് മെമ്പർമാരുണ്ട് എന്നൊക്കെയാണ് റസാഖ് പാലേരി സമർത്ഥിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൊടുക്കേണ്ടത് CPIM-ആണ്. അങ്ങനെയുള്ള ഒരു ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ഇപ്പോഴും പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മുന്നണികൾക്കും ഈ ബന്ധം നിലനിൽക്കുന്നു എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നില്ലേ എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമസ്തയിൽ രണ്ടാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ ഗുണം പറ്റാനായിട്ടുള്ള ഒരു നീക്കം നമ്മൾ ഇന്ന് കണ്ടു. ഇന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിലാണ്. സമസ്തയുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തിറക്കിയ കോൺഫ്ലുവൻസ് കോഫി ടേബിൾ ബുക്ക്, അത് പ്രതിപക്ഷ നേതാവ് VD സതീശന് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതാണ് ഒക്കെ ചങ്ങാതിമാരെ പോലെയാണോ ഈ രണ്ട് മുന്നണികളും ഈ വർഗീയ വോട്ടുകളുടെ കാര്യത്തിൽ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇന്ന് സമസ്തയെക്കുറിച്ച് അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് വരാനുള്ള വോട്ടുകൾ കൂടി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തികച്ചും സമസ്തയോടുള്ള അടുപ്പമൊന്നുമല്ല സ്നേഹമൊന്നുമല്ല അവിടെ പറഞ്ഞതിന്റെ പിന്നിലെന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. എന്തായാലും അതിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഇടതിനോടാണോ എന്ന സംശയം UDF-നുണ്ട് എന്ന് തോന്നുന്നു ആ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ. ഇതിൽ സമസ്തയെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി നാടിന് വെളിച്ചം പകരുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.
ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അതിൽ വി.ഡി. സതീശൻ അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സമസ്തയ്ക്കൊപ്പം നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സമസ്തയിൽ തന്നെ ലീഗ് അനുകൂല വോട്ടുകളും വരും, അതുപോലെ ലീഗ് വിരുദ്ധ വോട്ടുകളും വരും എന്ന ഒരു ചേരി സൃഷ്ടിച്ചുകൊണ്ട് ആ വോട്ടുകളൊക്കെ കൃത്യമായി ഭിന്നിച്ച രണ്ടിടത്തേക്കും വരാനായിട്ടുള്ള നീക്കം ഈ കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശന വേദിയിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയാലും വോട്ട് കിട്ടുക എന്ന ഒരു നയത്തിലേക്ക് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ വി.ഡി. സതീശൻ അതിന്റെ ഒരു കൗണ്ടർ അവിടെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇതാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഇത് നമ്മൾ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിലെ വേദിയിലാണ് കണ്ടതെങ്കിൽ നിലമ്പൂരിൽ ഇത് തന്നെയാണ് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു യോഗത്തിൽ സമസ്തയെക്കുറിച്ച് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. സംസ്ഥാന സെക്രട്ടറി കെ ഉമർ ഫൈസി മുക്കമുണ്ട്, കേന്ദ്ര മുഷാവറ അംഗങ്ങളായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയുണ്ട്, PM അബ്ദുൽ സലാം ബാഖവിയുണ്ട്, അസ്ഗർ അലി ഫൈസി പട്ടിക്കാടുണ്ട്. ഇവരുടെയൊക്കെ പ്രതികരണം ഇനി വരാൻ പോവുകയാണ്. ഇവരുടെയൊക്കെ പ്രതികരണം വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ വർഗീയ ചേരിയുമായിട്ടുള്ള കൂട്ടുചേരാൻ, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരാനായിട്ടുള്ള നീക്കങ്ങളെ എങ്ങനെയാണ് സമസ്തയിലെ ചേരികൾ. കഴിഞ്ഞ മെയ് 6-ാം തീയതിയായിരുന്നു സമസ്തയുടെ അവസാന മുഷാവറ യോഗമെന്നാണ് ഞാൻ ഓർക്കുന്നത്, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അന്ന് ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ, ലീഗ് വിരുദ്ധരായി സമസ്തയിൽ തുടരുന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ അദ്ദേഹവും ഒരു 10-12 പേരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മുഷാവറയിൽ പങ്കെടുക്കേണ്ട ആളുകൾ. അപ്പോൾ അവരുടെ ഒരു രഹസ്യ യോഗമൊക്കെ ചേരുകയും പിന്നീട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷൻ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെയും ഈ ഒരു വിഭാഗീയതയിലേക്ക്, രണ്ടഭിപ്രായത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് നിലമ്പൂരിൽ ഇനി ഞാൻ എന്തായാലും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ സമസ്തയെ എൻഡോഴ്സ് ചെയ്ത് പറയുമ്പോൾ അതിന്റെ ഗുണഫലം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്കൂൾ സമയമാറ്റം, അത് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് 220 പ്രവൃത്തി ദിനങ്ങൾ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ആ സ്കൂൾ സമയമാറ്റം രാവിലെ 9:45, 10 മണി എന്നുള്ളത് രാവിലെ 15 മിനിറ്റ് മുന്നോട്ടാക്കി 9:45, വൈകിട്ട് 4 മണി എന്നുള്ളത് 4:15, അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ശനിയാഴ്ചകളിൽ അവധി ഒഴിവാക്കിക്കൊണ്ടൊക്കെയാണ് 220 പ്രവൃത്തി ദിനങ്ങളാക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കേട്ടോ. പക്ഷേ അതിന്മേൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും, അത് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത ഒരു നിവേദനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സമസ്ത ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന, സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറയുമ്പോൾ ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ എല്ലാവർക്കും മതനിരപേക്ഷമായി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട്. മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും, അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് മാറ്റിത്തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ജിഫ്രി തങ്ങളുടെ പ്രതീക്ഷ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കണക്കാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി കാക്കുമോ എന്നതുകൂടി അറിയാൻ ഞാൻ ഉറ്റുനോക്കുകയാണ്. എന്തായാലും വിവാദങ്ങൾ ഈ ലാസ്റ്റ് ഫേസിലേക്ക് എത്തുമ്പോൾ ഇനിയും കൂടും. ഇപ്പോഴുള്ള വിവാദങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂടും, അതിൽ വലിയ പ്രതികരണങ്ങൾ വരും. ഇതിൽ ലീഗ് എടുത്തിരിക്കുന്നത് കൃത്യമായ ഒരു സ്റ്റാൻഡാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുമായി UDF എന്ന സംവിധാനം ചർച്ച നടത്തിയിട്ടില്ല. വെൽഫെയർ പാർട്ടിയെ UDFന്റെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ വേറെ ആരെങ്കിലും വ്യക്തിപരമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അതായത് ചർച്ച നടത്തിയവരുടെ കാര്യമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ലീഗിന്റെ നിലപാട്. അപ്പോൾ ഈ വിവാദങ്ങളിന്മേൽ ഉള്ള പ്രതികരണങ്ങൾ അതൊരു തുടർച്ചയായി തന്നെ അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.